ഗോപീഷ്ണൻ, ഞാൻ പലപ്പോഴും ഗോപീഷ്ണന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കുറെ കൂടി ആഴത്തിൽ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാം എന്നുള്ള ഒരു ഇതിലാണ്. അത് അങ്ങയുടെ ഒരു ഡിബേറ്റിന്റെ ക്വാളിറ്റിയാണ്. മറ്റാരും മോശക്കാരനല്ല, പക്ഷെ അങ്ങയുടെ ഒരു സ്റ്റൈലാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തുടക്കത്തിൽ ഞാൻ CPM-നെതിരായിട്ട് മറ്റു പല ആരോപണങ്ങളൊന്നും ഉന്നയിക്കാതെ ഇതിനെ ഒരു കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ നോക്കി. പക്ഷെ ദൗർഭാഗ്യവശാൽ വസീഫ് ആ രീതിയിലേക്കല്ല. വസീഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തിൽ പറഞ്ഞിരുന്നത് തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞത്. എനിക്കതിന് മറുപടി ഉണ്ട്, പക്ഷെ ഞാനത് മറുപടി പറഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ ഫാത്തിമ തഹ്ലിയക്കെതിരെ നടന്ന പ്രചരണത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കേസ് ഉൾപ്പെടെ ഉണ്ട്. അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. LDF ദയവേത് ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നല്ലോ. ശ്രീ രാജു പി നായർ, താങ്കളുടെ സമയം. LDF-ന്റെ നേതാവായിട്ടുള്ള കടന്നപ്പള്ളി രാമേന്ദ്രൻ, ഞങ്ങൾ SDPIക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. SDPI CPM-നോടാണ് സന്ധി ചെയ്തത്. SDPIയുടെ നേതാവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് VD സതീശൻ നിലപാട് മാറ്റട്ടെ, അപ്പം ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. VD സതീശനാണ് അപ്പോൾ SDPIക്കെതിരെയുള്ള നിലപാടായിട്ട് നിൽക്കുന്നതെന്ന് വ്യക്തമല്ലേ. അതേസമയം ശിവൻകുട്ടി ഉൾപ്പെടെ മറ്റു പല നേതാക്കന്മാർക്കും സംരക്ഷണം, ഇതൊക്കെ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പറയാം. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും അധികം കിടക്കുന്നില്ല. പിണറായി വിജയനെതിരെ RSS വേട്ട. കഴിഞ്ഞ 10 വർഷം RSS പിണറായി വിജയനെതിരെ ഒരു പ്രസ്താവന നടത്തിയത് നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഒന്നും ഉണ്ടായിട്ടില്ല. വെറുതെ ഈ ഡൽഹിയിലും ഭോപ്പാലിലൊക്കെ പോയിട്ട് രാത്രി അവിടെ നിന്ന് കയറി നാട്ടിലേക്ക് വന്നതാണ്. അവസാനം മംഗലാപുരത്ത് സിദ്ധരാമയ്യ കൊടുത്ത സംരക്ഷണത്തിൽ നിന്നാണ് മറ്റേ വടിവാളിൻ്റെ ഇടയിൽ കൂടെ നടന്ന വലിയ വിശ്വവിഖ്യാതമായ തള്ളു പറഞ്ഞത്. അല്ലാതെ ഒരിടത്തും പോയി ഒരു വേട്ടയും നടത്തിയിട്ടില്ല. പിന്നെ ആരോ തലയ്ക്ക് വില പറഞ്ഞെന്ന് പറഞ്ഞവൻ പ്രാന്താണെന്ന് പറഞ്ഞാൽ RSS തന്നെ BJP തന്നെ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് മധ്യപ്രദേശ് അയാൾക്കെതിരെ കേസ് കൊടുത്തു. അതുകൊണ്ട് വെറുതെ ഈ തള്ളൊന്നും വേണ്ട. നമുക്ക് കഴിഞ്ഞ 10 വർഷം RSS എങ്ങനെയാണ് പിണറായി വിജയനെ വേട്ടയാണെന്ന് എനിക്കറിയാൻ അക്കാഡമിക്കിൽ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ബഹുമാനായ ശ്രീ റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞതിൽ ഒരു ചെറിയത് ഒന്ന്, അങ്ങ് പറഞ്ഞത് PDPയും കാശ്മീരും തമ്മിലുള്ള PDPയും BJPയും തമ്മിലുള്ള കാശ്മീരിലെ സർക്കാർ 1 വർഷവും 4 മാസവും അല്ല, 3 വർഷവും 4 മാസവും സർക്കാർ ഉണ്ടായിരുന്നു. ഇനി അവിടെ ആ സർക്കാർ വീഴുന്നത് മറ്റൊന്നും കൊണ്ടല്ല, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും 2018 കത്വ കേസിൽ പ്രതികൾക്ക് വേണ്ടി BJP പ്രകടനം നടത്തിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലാണ്, രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ആ സഖ്യം അവസാനിക്കുക. അല്ലാണ്ട് രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. ഇനി മറ്റൊന്നുകൂടി പറയാം, ആ സർക്കാരിനകത്ത് വിഘടനവാദികളുടെ നേതാവായ സജ്ജാദ് ലോൺ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഇന്ത്യയുടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ എൻ്റെ മനസ്സ് വേദനിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ എൻ്റെ മനസ്സ് വേദനിക്കും എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ സംരക്ഷകരായ നിങ്ങൾ അക്കാര്യത്തൊരു വിഘടനവാദിയെ എങ്ങനെ മന്ത്രിയാക്കി എന്നുള്ളത് കൂടി മറുപടി പറയണം. അത് നിങ്ങളിൽ നിന്ന് മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പോട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.